അങ്ങോട്ട് പോകാൻ അത്രയ്ക്ക് വിഷമാണെങ്കിൽ എൻ്റെ മോളിനി പോകണ്ട. ബാലകൃഷ്ണന്റെ മക്കള് നാണം കെട്ട് ഒരു ജോലിക്കും എങ്ങും പോകണ്ട. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ പിന്നെ എങ്ങോട്ട് പോണമെന്ന് കൂടി മുത്തശ്ശൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. മുത്തച്ഛ, അമ്മയ്ക്ക് വേണ്ടി മാത്രം ഒന്ന് സൈലൻസ് പറയോ? വേണ്ട, മിണ്ടുന്നില്ല, ഞാൻ പോയേക്കാം. പക്ഷെ വിശപ്പും ദാഹമൊന്നും പറഞ്ഞ് ആരും അടുക്കളയിലോട്ട് വന്നേക്കരുത്. ഹലോ, ഞാൻ തന്നെ കൊറേ വിളിച്ചു, എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ കാരണം ഓഫീസിൽ വെറുതെ ഒരു പ്രശ്നം. വെറുതെ അല്ലല്ലോ, കാശ് കൊടുക്കാനുള്ളത് തന്നെയല്ലേ. അപ്പൊ കാശ് കൊടുത്താ പ്രശ്നം തീരും. അയാൾക്ക് 2 മാസത്തെ പലിശ കൊടുത്ത് തൽക്കാലം നിർത്താം. അത് ഞാൻ തരാം. എന്താടോ ഒന്നും മിണ്ടാത്തെ? അതൊന്നും വേണ്ട മാഡം. ജാനകിക്ക് വേണ്ടായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് ജാനകി വേണം. പിന്നെ വേണ്ടാത്തൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ മാഡം വിളി അത് വേണ്ട. കാശ് എന്റെ കയ്യിൽ നിന്ന് തരുന്നൊന്നുമല്ല, അത് സാജൻ ഓഫീസിൽ നിന്ന് തരാൻ പറഞ്ഞതാ. ഇനി നിനക്ക് അഭിമാനത്തിന്റെ പ്രശ്നമാണെങ്കിൽ ശമ്പളത്തിൽ നിന്ന് കുറേശ്ശെ പിടിച്ചേക്കാം. മര്യാദയ്ക്ക് രാവിലെ ഓഫീസിൽ എത്തിക്കോണം, കേട്ടല്ലോ? ആ സാജൻ കുറച്ച് മനസാക്ഷിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു അല്ലേ? അതൊക്കെ ശരിയാ, പക്ഷെ അവന്റെ പേര് പറയരുതെന്നാ പറഞ്ഞേക്കുന്നത്. അറിഞ്ഞാ കൊല്ലും. അങ്ങനെ ചാടിക്കേറി സഹായിച്ചാ അത് വേറെ അർത്ഥത്തിൽ എടുക്കുമെന്ന് അവന്റെ വിചാരം. അച്ഛാ, 25,000 രൂപ കമ്പനിയിൽ സാങ്ഷൻ ആയിട്ടുണ്ട്. 25,000 രൂപ ഞാനും കൊടുക്കാന്ന് കരുതി. അങ്ങനെയാവുമ്പോ 2 മാസത്തെ പലിശയാവുമല്ലോ. എന്ത് പറയുന്നു? ജിക്കയുടെ കാശ് പോയി. എന്റെ മോളുടെ മനസ്സ് എത്ര നല്ലതാണെന്ന് നോക്കി. എന്റെ മോളെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു. യു ആർ ഗ്രേറ്റഡാ. താങ്ക് യു അച്ഛാ. സോ സ്വീറ്റ്. അച്ഛാ, ഒരു 25,000 എന്റെ അക്കൗണ്ടിൽ ഇട്ടേക്കണേ. ഞാൻ എപ്പോഴേ വിചാരിച്ചതാ. ഏത് അക്കൗണ്ടിൽ ഇടുന്ന അച്ഛാ? എടേ, ആ ഇന്നോവ ഞാൻ ഒതുക്കി. 2007 മോഡൽ, 1,00,000 കിലോമീറ്റർ ഓടി, 7.5 ലക്ഷം രൂപ. ഓക്കെ അല്ലേ? ഡേ, തന്തെ ഒന്ന് ഇരിക്കാൻ പറയണേ ഓഫീസറെ. അച്ഛൻ എന്റെ മുമ്പിൽ ഇരിക്കണമെങ്കിൽ ഞാൻ പറയണോ? കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കി നടത്തിയാൽ മതി, അലമ്പാക്കരുത്. അത്രേ ഉള്ളൂ. ഞാൻ അലമ്പാക്കൂല, പക്ഷെ ഇവിടെ ചില അലമ്പുകളുണ്ട്. ഡേ, ആ പെണ്ണില്ലേ ജാനകി, ഞാൻ രാവിലെ നോക്കുമ്പോൾ അവൾ നിന്റെ ഡോറിന്റെ വെളിയിൽ നിന്ന് തൊഴുന്നു, ഈ അമ്പലത്തിലൊക്കെ തൊഴുന്ന പോലെ. ഡേ, ആ കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡേ, എനിക്കറിയില്ല. ഒന്ന് ശ്രദ്ധിച്ചോണേ. നേരത്തെ പറഞ്ഞ അലമ്പ് അതുണ്ടാവാതെ. എന്താ? കയ്യിലിരിക്കുന്ന ഫയൽ ഇവിടെ വെച്ചിട്ട് പൊക്കോളൂ. ഓ, ഫയലില്ലല്ലേ? എന്നാ പിന്നെ ഇപ്പൊ പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഒരു ഫയലുമായിട്ട് വന്നോളൂ. താങ്ക്സ് സാർ. ഇക്കാലത്തൊരു മനുഷ്യന് ചെയ്യാത്ത സഹായ സാർ ചെയ്തത്. 50,000 രൂപ ഒരുമിച്ച് കൊടുത്തപ്പോ അവരൊന്ന് അടങ്ങി. ഞാൻ ചോദിക്കാതെ തന്നെ എന്നെ സഹായിച്ച സാർ എന്റെ ദൈവമാണ്. അയ്യോ, എനിക്കിതൊന്നും കേൾക്കുന്ന ഇഷ്ടമല്ല. താനൊന്ന് പോവോ? സാർ, ഞാൻ ബാക്കി പിന്നെ പറയാം. ഒന്ന് വരുമോ? എന്താ അത്യാവശ്യം? അവളില്ലേ, ആ പന്ന പാർവതി, അവള് പരിച്ച പണിയണ്ട. അവള് പറഞ്ഞിരിക്കുന്നു ജാനകിയുടെ അടുത്ത് ആ കാശ് കൊടുത്തത് ഞാനാന്ന്. നമ്മൾ അവളോട് പ്രത്യേകം പറഞ്ഞിരുന്നതല്ലേ? മാത്രോ? 25,000 അല്ലേ കൊടുക്കാൻ പറഞ്ഞത്? അവള് കയറി 50,000 കൊടുത്തിരിക്കുന്നു. 25,000 മാത്രമേ ഓഫീസിൽ നിന്ന് കൊടുത്തുള്ളൂ. അത് ഞാൻ ചോദിക്കടാ. ആ പെണ്ണിപ്പൊ വന്ന് ഞാൻ ദൈവമാണ് അതാണ് ഇതാണ് ഒരുമാതിരി പൈങ്കിളി ഡയലോഗ്. അവളെവിടെ? ആ പർവ്വതം കയ്യോടെ കിട്ടിയാലേ 2 പറയാൻ പറ്റൂ. അത് ഞാൻ പറഞ്ഞോളാം. നീ പറഞ്ഞ ഡോസ് കൂടി പോവും, പിന്നെ കരച്ചിലും പിടിച്ചില്ലാവും. കൂൾ ഡൗൺ മോനെ. നിന്നെ ജാനകി കയറി പ്രേമിക്കുന്ന പേടിച്ചിട്ടാണോ? ഒരു സൈക്യാട്രിസ്റ്റ് വന്നിരിക്കുന്നു. ഡാടാ മണിരത്നം പുതിയ പടം എടുക്കുന്നു. തൃഷയാണ് ഹീറോയിൻ. ന്യൂ ഫേസ് അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞിട്ട് നീ പോയി കണ്ടാ മതി. വളരെ വളരെ മുറുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എടുക്കട്ടെ സാർ? എടുക്ക്. നല്ല ടേസ്റ്റാ സാർ.